അതെ, അവിടെ വന്ന് എനിക്കെന്ത് തരും? അപ്പൊ എനിക്കിപ്പോ ഒരു ഓ, അതവിടെ നേരിട്ട് വരുമ്പോഴല്ല, ഫോണിൽ കൂടെ തരാം. ഓക്കെ. ഇപ്പൊ ഒരു അറിഞ്ഞൂടെ? ഇപ്പൊ ഇറങ്ങി പോടാ. എനിക്ക് തൊള്ളാൻ്റെ സ്ഥലം ഇത് പാക്ക സാധനവും മണിക്കൂല. എന്നിട്ട് വീട് ഇരുന്നിട്ട് പെണ്ണുങ്ങൾ സൊള്ളല്ലേ. ഒരു മിനിറ്റ്. പട്ടി ഇതൊക്കെ പറിച്ചു കൊടുക്കുന്നു. ചേട്ടാ നമസ്കാരം. ഈ സ്തുതി അത് ഇടിയില്ല. അതല്ലേട്ടാ, ഞങ്ങളെ ഒരു കല്യാണാലോചനയായിട്ട് വന്നാ. ഇവിടെ അടുത്ത് സ്തുതി എന്ന് പറഞ്ഞിട്ടൊരാളുണ്ടല്ലോ, ആളെ പറ്റി അറിയോ? എനിക്കറിയില്ല ചേട്ടാ. ഇപ്പൊ ഒരു മാസം മുന്നേ ദുബായിൽ നിന്ന് വന്ന പുള്ളിയില്ലേ? എനിക്കറിയില്ല എന്ന് പറഞ്ഞാ പിന്നെ ചോദിച്ചോണ്ടിരിക്കുന്ന എനിക്കറിയില്ല. അതന്നെ ചേട്ടാ ശരിക്കും ആലോചിച്ചേക്ക്. എന്തിനു ശരിക്കും ആലോചിക്കണ്ടേ? നീ ഒരു പോയെ. കേട്ടാ, നല്ല ചൂടിലാണല്ലോ. ആരാ പോയത്? എനിക്ക് കല്യാണ കച്ചവടമൊന്നുമില്ല. അല്ല, ഓരാരെയാ ചോദിച്ചിനെ? നമ്മളെ സ്തുതീനാന്ന്. നിങ്ങളെന്ത് പറഞ്ഞു? ഞാൻ അറിയില്ല പറഞ്ഞു. അതെന്താ സുധീ നിങ്ങൾക്ക് അറിയില്ലേ? നമ്മുടെ സഹദേവൻ പോലീസില്ലേ? ഓന്റെ മോന്റെ പേരെന്ന് സുബീഷ്. സുബീഷ്. ഓനെ കുറിച്ച് ഓന്റെ പെണ്ണാലോചിച്ച് വന്നവരോട് എന്നോട് ചോദിച്ചു എന്താന്ന്. ഞാൻ ഒരു പെണ്ണെങ്കിലും രക്ഷപ്പെടണ്ടേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓൻ്റെ ഉള്ളിലെ കള്ളുകൂടിയാണെന്ന് ഇതെല്ലാം പറഞ്ഞു കൊടുത്തു. പിന്നെ പറയാണ്ടിരിക്കാൻ പറ്റുമോ? ആ പെണ്ണെങ്കിൽ രക്ഷപ്പെട്ടു ഞാൻ വിചാരിച്ചു. പക്ഷെ ഓനാളെ ആ പെണ്ണിനെ കല്യാണം കഴിച്ചു. ആദ്യത്തെ ദിവസം തന്നെ ഓള് ഈ കല്യാണം മുടക്കാൻ ശ്രമിച്ചത് രാഘവേട്ടനാന്ന് ഓനോട് പറഞ്ഞു. ഓൻ രാവിലെ ഇവിടെ വന്നിട്ട് ഞാൻ പ്രതീക്ഷിക്കാതെ വന്നിട്ടില്ല. അതിന്റെ അകത്ത് കയറി എല്ലാം വലിച്ചു വാരിക്കളഞ്ഞ് എല്ലാം ഇത്രയാന്ന് നഷ്ടം തന്നെ അരണി എല്ലാം പൊട്ടിപ്പൊഴിഞ്ഞ് അവസാനം ഞാൻ ബോധം കെട്ട് വീണ വലിയുടെ കിടന്ന് രാത്രി 12 മണിക്കാ ഞാൻ എന്റെ വീട്ടിലേക്ക് പോയത്. അതെ, 12 മണിയായി. എന്റെ മുണ്ട് ഒരെടുത്തോണ്ടേ നായിന്റെ പോയ മൈദൂ. അതിനുശേഷം സത്യം പറയല് ഞാൻ നിർത്തി. മറ്റൊരു കഥ വെക്കണം എനിക്ക്. എന്ത്? നമ്മളെ മന്മഥനില്ലേ, മന്മഥന്റെ മോള് സുമിത്രക്ക് ഒരു ആലോചന വന്നു. അപ്പൊ പ്യാരിന്റെ സ്വഭാവം എങ്ങനെയുണ്ടെന്ന് മന്മഥൻ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു നല്ല സ്വഭാവം, നല്ല മിടുക്കല്ലേ വെക്കാനാന്ന് പറഞ്ഞു. ആ കല്യാണം നടന്നല്ല. ഓരോമ്മലിപ്പോ എന്തോ പ്രശ്നത്തിലൊക്കെയാണല്ലോ. അതെ, അതുകൊണ്ട് മന്മഥൻ വന്നിട്ട് എന്റെ പീടിയ പൊളിക്കുന്നു പറഞ്ഞു. എല്ലാം തച്ചു തകർക്ക് നിങ്ങൾ ഇരുന്ന് ഓടിക്കുന്നു പറഞ്ഞു. അതിനുശേഷം ഉണ്ടല്ല, ഞാൻ ഈ കല്യാണക്കാര്യം ചോദിച്ചു വന്ന ആരോടും ഞാനൊന്നും പറയില്ല. ഒരു ഡൈവേഴ്സിന്റെ വക്കത്താണ് കേൾക്കണത്. ഇപ്പൊ ആ കേസ് കോടതി കിടക്കയില്ലേ, സത്യശീലന അവരെ വക്കീല്. സത്യശീലന അത് എന്താ പറഞ്ഞാല് സത്യശീലന്റെ അടുത്ത് ഈ മന്മഥൻ കൗൺസിൽ ചെയ്യണം ഇവ രണ്ടാളിൽ നിന്നിട്ട് കൗൺസിൽ ചെയ്യാൻ വേണ്ടിട്ട് സത്യശീലന്റെ അടുത്ത് കൊടുത്തിട്ട് അതിനുശേഷം എന്താ അവരുടെ കീരിയും പമ്പ പോലെ ഒരു രക്ഷയില്ല. അവിടെ നമുക്ക് സുമിത്രക്ക് ഒരു മോളുണ്ടല്ലോ, അതിന് 4 വയസ്സായി. അപ്പൊ അതിനൊന്ന് അംഗൻവാടിയിലേക്ക് കിട്ടണോ? അംഗൻവാടിക്ക് പിള്ളേരെ പിടിക്കണ? പിന്നെ പിടിക്കണ്ടേ, അല്ലെങ്കിൽ പ്ലേ സ്കൂളുകാരും ഉണ്ടായിക്കാളൂ. എന്റെ സൂറ അടിപൊളിയായിട്ടല്ലേ അംഗൻവാടി നടത്തുന്നത്. അപ്പൊ അവിടേക്ക് കുട്ടികളെ എത്തിച്ചു കൊടുക്കണോ? അവളേ ഞാനൊരു 4 മുട്ടായി എടുക്കുന്നുണ്ട് കുട്ടികളെ കയ്യിലെടുക്കാനേ. ഇതായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളാണ്ട് വീഴൂ കേട്ടോ. നോട്ടെ, ഇതിന്റെ പേരിൽ എഴുതി കളിക്കോ. ഞാൻ പോയിട്ട് വരാം. ശരി എന്നാ. അതിന്റെ പൈസയും പോയി. നമ്മക്ക് ഇതിങ്ങനെ എല്ലാവരും പറക്കി കൊണ്ടുപോലും അവസാനം നമുക്ക് അടിയും കുത്തും തള്ളും പൊളിക്കലും. എന്തിനു കൂടി കൂട്ടി പോ കാശിക്കാരും പോകാന്ന് വെച്ചാൽ കഴുതകൾ കറണ്ട് ബില്ല് കൊണ്ട് വെച്ചേക്കണണ്ടില്ലേ. സിഗരറ്റ് കുറ്റി ചുരുട്ടി വെക്കും പോലെ ചുരുട്ടി കറണ്ട് ബില്ലിന് കുറവില്ല. ആരോട് പറയാൻ? ഇവിടെ ഉള്ള ഒരെണ്ണത്തിന് ഉത്തരവാദിത്വമല്ലേ. ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കും. വണ്ടി കഴുകി കഴിഞ്ഞാൽ അപ്പ പെയ്യും മഴ. അതുവരെ മഴയ്ക്ക് പെയ്യണ്ട.
അല്ലെങ്കിൽ ചെടിക്കൊക്കെ ഇച്ചിരി വെള്ളം ഒഴുക്കിയേ ഒരെണ്ണത്തിനും ഒന്നിനും വയ്യ. എല്ലാം ഞാൻ തന്നെ ചെയ്യണം, എന്റെ കൈ പോണം. കാലം കഴിഞ്ഞാ പിന്നെ അതെന്താ ആരോടാ വർത്താനം പറയണേ? ഓ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയണേ, എല്ലാത്തിനും എന്റെ കൈ എത്തണം. അല്ല അപ്പൊ സുമിത്രയുടെ അത് കെട്ടിപ്പൂട്ടിയൊക്കെ അകത്തിരിപ്പുണ്ട്. കെട്ടിപ്പൂട്ടിയിരിക്കേ? ആ രാഘവനുണ്ടല്ലോ, അയാൾ ഒറ്റൊരുത്തൻ കാരണമാണ് എന്റെ മോക്ക് ഗതി വന്നത്. അന്നാ കല്യാണാലോചന വന്നപ്പോ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ആ ചെക്കൻ ചോദിച്ചപ്പോ പറഞ്ഞു, ഒന്നും നോക്കണ്ട മന്മത, കൈ പിടിച്ചങ്ങ് കൊടുത്തോ, അല്ലെങ്കിൽ ഒരു വാക്ക് പറയണ്ടേ. നോക്കണ്ടെന്നിപ്പോ ഓളെ യോഗ ദേഹിക്കും, അല്ലാണ്ട് എന്താ പറയൂ. ഇപ്പം രാഘവനെന്തിനു കുറ്റം പറയണ? മറ്റേ ജാതകം നോക്കിയ കണിയാനുള്ളത് കിട്ടു കണിയാൻ 10 പൊരുത്തോ ഒക്കെ കാശ് കിട്ടുമെന്ന് പറഞ്ഞ ആൾക്കാർ ഇങ്ങനെയൊക്കെ ഇറങ്ങിയ എന്ത് ചെയ്യും? എന്റെ കൊച്ചിന്റെ ഭാവി പോയില്ലേ? ആ സുമിത്രേ വാ. ഇതിപ്പോളേ അന്റെ മോളും പ്യാരിയും മാത്രമൊന്നല്ല പ്രശ്നം, എല്ലാ കുടുംബത്തിലും ഉണ്ട് ഈ പ്രശ്നം. എന്റെ മോളെ ജീവിതം പോയില്ലടോ. നോക്കണ്ടെന്ന് ആ കൊച്ചിന് എന്തൊക്കെ സ്വപ്നങ്ങളുണ്ടായിരുന്നു അറിയാം. സുമിത്രേ എടാ മോളെടെ കുഞ്ഞോള് അവളിതേ അകത്തിരുന്ന് കളിക്കുന്ന. അപ്പളേ ഞാൻ വന്നെന്തെന്നറിയോ മന്മേട്ടാ, മോളെ നമുക്ക് അംഗൻവാടി ചേർക്കണ്ടേ? എന്തിനു നോക്ക് പഠിക്കണ്ടേ? അപ്പൊ ഇവിടെ പഠിച്ച ഒരെണ്ണത്തിന്റെ അവസ്ഥ കണ്ടില്ലേ? അതിപ്പോ വീടിനകത്തിരിക്കല്ലേ കെട്ടിപ്പൂട്ടി. അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. അതൊരു കുട്ടീനെ പഠിപ്പിക്കാണ്ടൊക്കെ പഠിപ്പിക്കുകയൊക്കെ വേണോ? ഡാ എന്റെ സൂറ നടത്തണം, അംഗൻവാടിയിൽ കൊണ്ട് ചേർത്തണോ, ഓള് ഉസാറായിട്ട് നോക്കിക്കോളും മോളെ. അതിനേ എന്താ മാണ്ടി വെച്ചാൽ നിങ്ങള് ആധാർ കാർഡ് എനിക്ക് തരണം ഓളെ. അയ്യോ, അതിന് ആധാർ കാർഡ് എടുത്തിട്ടില്ല. ആധാർ കാർഡ് എടുത്തില്ല ഇതുവരെ മോൾക്ക്? ആധാർ കാർഡ് എടുക്കണമെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് വേണ്ടേ? ജനന സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലേ? 4 വയസ്സായാലും കുട്ടിക്ക്. മൊയ്തു അതൊക്കെ മേടിക്കണമെങ്കിൽ കൊച്ചിന് പേരിടണ്ടേ? അപ്പൊ ഇത്രയും കാലമായിട്ട് കുട്ടിക്ക് ഒരു പേരിടാൻ പറ്റിയില്ലെങ്കിൽ ഇതുവരെ? പേരൊക്കെ ഇഷ്ടംമാതിരി ഉണ്ട് മൊയ്തു, പക്ഷെ പേരിടാൻ ആ താൻ തോന്നി തന്ത സമ്മതിക്കണ്ടേ? ശരി, എന്നാ പിന്നെ തന്ത ഇഷ്ടമുള്ള പേരിടട്ടെ. അതങ്ങ് പള്ളിയിൽ ചെന്ന് പറഞ്ഞാൽ മതി. അവൻ എന്റെ കൊച്ചിന് പേരുണ്ട്, അവന്റെ തന്തക്ക് ഇട്ട് കൊടുക്കും. നിങ്ങൾ പേരിടുന്നേക്ക് പോന് ദോഷം, ഓളിട്ടിട്ട് ഒരു പേര്. ഇക്ക, ഞാൻ പേരിടുന്നതാണ് പ്രശ്നം. ഓ ഇജിടുന്ന പ്രശ്നം. എന്തായാലും ഞങ്ങളിപ്പോ കൊച്ചിനെ കിങ്ങിണിന്ന് വിളിക്കുന്നുണ്ട്, അത് മതി. അത് മതി. ഇതിപ്പോ ഓനിടുന്ന പേര് നിങ്ങൾക്കും പറ്റൂല, നിങ്ങൾ ഇടുന്ന പേര് ഓനും പറ്റൂല. ഇപ്പൊ കുട്ടിക്ക് ഒരു പേര് വേണ്ടെന്ന് നിങ്ങൾ വീട്ടിലേക്ക് ഇങ്ങനെ വിളിക്കണ പോലെ. അപ്പൊ പുറത്തിറങ്ങിയ കുട്ടീനെ ആൾക്കാരെന്താ വിളിക്കുക? പണ്ടത്തെ കാലല്ലോ. ഈ ജനന സർട്ടിഫിക്കറ്റിൽ പേരില്ലെങ്കിൽ ആകെ കുലുമാലാവും. ഞാൻ പറഞ്ഞുതരാ. പിന്നെ ആധാർ കാർഡിലേക്ക് കുട്ടിക്ക് ഒരു ആനുകൂല്യം കിട്ടൂല. നിങ്ങൾ കാര്യമായിട്ട് നിങ്ങൾ തമ്മിലുള്ള ഈ ഉടക്കൊന്നും കുട്ടീനെ ബാധിക്കരുത്, അത്ര എനിക്ക് പറയാനുള്ളൂ. ഇത് മോക്ക് കൊടുക്കണേ, ഞാൻ തന്നാർന്നിട്ട്. പിന്നെ സൂര്യൻ അംഗൻവാടി തന്നെ ചേർക്കണം. പെട്ടെന്ന് പഞ്ചായത്ത് ഓഫീസിൽ പോയിട്ട് ആ ജനന സർട്ടിഫിക്കറ്റുള്ള പണി നോക്കി. ഇങ്ങനൊന്നും ആയാൽ ശരിയാവില്ല കേട്ടോ. ഇജൊന്ന് ഉസാറാവ്. എന്നാ ശരി, ഞാൻ പോണു. എന്ത് ചോദിച്ചാ? വഴിയുണ്ടാക്കാം. നമസ്കാരം സാർ. സാർ ഇരിക്കി. എന്തേ സാർ ഇത് എന്റെ മോളാ. എന്റെ മോളാ. അപ്പൊ ഇവിടെ കുട്ടിയെ പേര് ചേർക്കാൻ വേണ്ടിട്ടുള്ള അപേക്ഷയാണിത്. രജിസ്റ്ററിൽ പേര് ചേർക്കാനല്ലേ? അതെ. ഇതിൽ അച്ഛന്റെ ഒപ്പില്ലല്ലോ. അച്ഛൻ ഒപ്പിടുന്നത് അറിയില്ലായിരുന്നു സാറേ. ഞാൻ ഇട്ടുതരാം. നിങ്ങളുടെ മോളല്ലേ ഇത്? അതെ എന്റെ മോളെ. ഏത് കുട്ടിക്കപ്പൊ പേരിടണേ? അത് വെള്ള കുട്ടിക്കാ. അപ്പൊ അതിണ്ടാട്ട് നിങ്ങൾ ഒപ്പിട്ടാ പറ്റൂല. അപ്പൊ ഞാനുണ്ടാട്ട്. അല്ല അച്ഛന്റെ നിങ്ങൾ ഈ കുട്ടറ അച്ഛനല്ലേ? അതെ. നിങ്ങളുടെ കുട്ടറ അച്ഛനെവിടെ? അച്ഛനില്ല സാർ. അച്ഛനില്ല. മരിച്ചോ? അതല്ല, ഇവരിപ്പോ ഏതാണ്ട് ഡൈവേഴ്സിന്റെ ഞങ്ങളുടെ ഡിവോഴ്സ് കേസ് നടന്നുകൊണ്ടിരിക്കുക. അതെ സാർ. അതെ സാർ, ഈ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാതെ സാർ ഇതൊന്നും. അല്ല അതല്ല പറഞ്ഞപ്പോ ഡിവോഴ്സിന് ആയിക്കോട്ടെ, നിങ്ങള് ഡിവോഴ്സ് ഇപ്പൊ അതെന്താണെങ്കിൽ ആയിക്കോട്ടെ. ഇപ്പൊ ഈ കുട്ടറെ പേരൊന്നും ഇതിൽ ചേർക്കാൻ വേണ്ടിട്ട് അയാളുടെ അടുത്ത് ഒരു ഒപ്പ് മേടിച്ചാൽ മതിയല്ലോ. അയാൾ ഇട്ട് തരില്ല സാർ. അതിന്റെ ഇട്ടരാത്ത് കൊച്ചിന് ഞങ്ങള് കുറെ പേരെല്ലാം നോക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അയാള് പറഞ്ഞ പേര് കൊച്ചിന് ഇടണമെന്ന് പറഞ്ഞിട്ട് ഒരേ പിടിവാശിയാണ്. അപ്പൊ അതിടണോ? അതിനെന്താ ഇപ്പൊ? അതെന്റെ കുട്ടിക്ക് ഇടാൻ പറ്റിയ പേരല്ല സാറേ. എന്താ കുട്ടികൾക്ക് ഇടാൻ പറ്റാത്ത പേരാ? സാറേ അതൊരു വൃത്തിയിട്ട പേരാണ്. എന്ത് പേരത് വൃത്തിയിട്ടത്? ജമന്തി. ജമന്തി. എങ്ങനെ വൃത്തിയിട്ട്? നല്ല പേരല്ലേ, നല്ല മണമുള്ള പേര്, പൂവിന്റെ പേരല്ലേ സാർ? വിഷയം അതല്ല സാർ. എന്റെ ഭർത്താവും ഭർത്താവിന്റെ പഴയ കാമുകിയും കൂടെ അവർക്കിട്ടാവണ കുട്ടിക്കിടാൻ വെച്ചിരുന്ന പേരാണത്. ആ പേരിട്ട് എന്റെ കൊച്ചിനെ വിളിക്കണ എനിക്ക് ഇഷ്ടമല്ല സാറേ. ഇപ്പം ഇവളുടെ കുട്ടിക്ക് പേരിടണമെന്ന് വെച്ച് കഴിഞ്ഞാല് അവളെ ഭർത്താവും അവളും കൂടെ തീരുമാനിച്ചിടേണ്ട പേരിലിടാം. അല്ലാതെ അവളുടെ കാമുകിയും അവനും കൂടെ ആലോചിച്ചിട്ട് പേര് ഞങ്ങളെ കൊച്ചിനെ എങ്ങനെ ഇട്ട് വിളിക്കും സാറേ? ഈ കാമുകിയുടെ പേരെന്താണ്?
ദമയന്തി. ദമയന്തിയും ജമന്തി ആനയാടും തമ്മിലുള്ള വ്യത്യാസമല്ലേ? അതിനിപ്പോ എന്താ കുഴപ്പം? സാറേ എന്നാലും അവര് തീരുമാനിച്ചു വെച്ച പേര് ഞങ്ങളെ കൊച്ചിന് ഇടണ്ട. അതെ, എനിക്കിപ്പോ ഈ വാശിയുടെ പിന്നാലെ നടക്കാനൊന്നും നേരിലേക്ക് ഇവിടെ 100 കൂട്ടം പണിയുണ്ട്. ഞാൻ പറയണ കാര്യം എത്ര ഉള്ളൂ, ഈ കുട്ടിക്ക് പേരിടണ വെച്ചാൽ ആ കുട്ടിയുടെ മാതാപിതാക്കള് ഈ സത്യവാങ്മൂലത്തിൽ ഒപ്പിടണം. ആ ഒപ്പ് ഇപ്പൊ ഇതിലില്ല. അപ്പൊ നിങ്ങൾ ഈ കാര്യം പറഞ്ഞ അയാളെ കൊണ്ട് ഈ ഒപ്പിടിക്കാൻ പറ്റില്ലെങ്കിൽ അയാൾ പറയണ പേരിൽ നിങ്ങൾ ഒപ്പിടുക. ഇത് ഏതെങ്കിലും ഒരു പരിപാടി ഇപ്പൊ ഇതിൽ നടക്കുള്ളൂ. അല്ലാണ്ട് പിന്നോട് ഇപ്പൊ ഇതൊന്നും ഈ കഥയൊന്നും വന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ ഒന്ന് ഞാൻ ചോദിച്ചിട്ട് വരാം. സുമിത്രേ, എടി സുമിത്രേ, സുമിത്രേ, സുമിത്രയില്ലേ ഇവിടെ? എടാ നിന്റെ അടുത്ത് ഇവിടെ കാല് കുത്തലെന്ന് പറയില്ലടാ. എനിക്ക് തന്നോട് വർത്താനം പറയണ്ട, താൻ അവളെ വിളിക്കടോ. അവളെ ഒന്നും വിളിക്കാൻ പറ്റില്ല. മതി, നീ അവളോട് സംസാരിച്ചേക്കെ. അത് താനാണ് തീരുമാനിക്കണം. എന്റെ മോളെ കാര്യം ഞാനാണ് തീരുമാനിക്കണം. എന്റെ മോളാണെങ്കിൽ ഇപ്പൊ എന്റെ ഭാര്യയാണ് അവള്. നിന്റെ ഭാര്യയൊക്കെ പണ്ട് അത് കഴിഞ്ഞ്. താൻ നിന്ന് വർത്താനം പറയാതെ അവളെ വിളിക്കടോ. വിളിക്കാൻ സൗകര്യല്ലടാ. സുമിത്ര നീ ഇറങ്ങി വരണണ്ട, അല്ലെ ഞാൻ ഉള്ളിലോട്ട് കേറി നോക്കടാ. നീ എന്റെ കോളിനടിച്ചു വിളിക്കും ഞാൻ. താൻ ഒടിക്കും ഒരുപാട്. മതി, നീ അവളെ നീ ഉപദേശിച്ചതും താൻ ഒറ്റൊരുത്തനാണ് അവളെ വഷളാക്കണത്. എന്തോ നീ ആരോട് ചോദിച്ചിട്ടാണ് എന്റെ കൊച്ചിന് പേരിടാൻ പഞ്ചായത്തിൽ പോയത്? എങ്ങനെയാ നിന്റെ കൊച്ചാവണത്? എടോ, താൻ എനിക്ക് കല്യാണം കഴിച്ചു തരുമ്പോ അവർക്ക് കൊച്ചില്ലല്ലോ. അതുകൊണ്ട് നിനക്ക് അവകാശം മുഴുവൻ നിനക്കോ? എന്റെ മോളുടെ അവകാശം എന്റെ മോക്കൊണ്ടടാ അവകാശം. എന്റെ മോക്കൊണ്ടടാ അവകാശം. എന്റെ മോക്കുണ്ടെങ്കിൽ അങ്ങനെ ഒറ്റക്ക് അവകാശപ്പെടണ്ട. എന്റെ ഇഷ്ടം കൂടി നോക്കണില്ല. എന്റെ കൊച്ചിന് പേരിട്ടെങ്കിൽ ഞാൻ ആരോട് ചോദിക്കണം? എന്താ നീ തെങ്ങിന്റെ തടം കുഴിച്ചപ്പോ ഉണ്ടായതാണോ നിനക്ക് കൊച്ചി? അത് പോടോ, താൻ പോടോ. കൂടുതൽ കളിക്കരുത് കേട്ടാ. സുമിത്ര, ഞാൻ പറഞ്ഞ ജമന്തി എന്നുള്ള പേര് എന്റെ മോക്ക് ഇടണമെങ്കിൽ ഇട്ടാ മതി. വേറെ ഒരു പേരും നീ ഇടാൻ നിൽക്കണ്ട. വേറെ കെട്ടുമ്പോ അതിലുണ്ടാവണ കൊച്ചിന് ഇട്ടാ. ആവശ്യമില്ലാത്ത വീട്ടുകാരെന്ന് തോന്നിയ കാണിക്കരുത്. 1 മാസം എന്റെ കൊച്ചിന് പേരിടാനേ ഞാൻ തീരുമാനിക്കുള്ളൂ. തീരുമാനിക്കണ്ട, പിന്നെ അങ്ങനെ മാറി കഴിഞ്ഞ 3 കൊല്ലോട് അച്ഛനെയും കൊന്നിട്ടാലും ശരി എന്റെ മോക്കിയ ജമന്തി വീട്ടിൽ വന്നാണ് നീ തോന്നിയ ദിവസം കാണിച്ചത്. അതെല്ലാം നീ സൂക്ഷിച്ചോടാ. പോടാ. ഇല്ലടി, രാഘവനുണ്ടല്ലോ രാഘവൻ. എന്താ ഇയാൾ ഇങ്ങനെ ചെയ്തു തുടങ്ങി? എന്ത് ചെയ്യും നമ്മള്? ഇന്നലെ കുറച്ച് സമയം കൂടെ കിട്ടിയെങ്കിണ്ടല്ലോ അവനെ അടിച്ച് അവന്റെ തലമുണ്ട പൊട്ടിച്ചിട്ട് ഞാൻ ജയിലിൽ പോയനെ. ഞാനൊരു കാര്യം ചെയ്യട്ടെ? എന്താ സാറേ? അവനോട് ഞാൻ അവസാനമായിട്ട് ഒന്നുകൂടെ സംസാരിക്കട്ടെ? ഇനിയിപ്പോ ഇവിടെ വന്ന് സംസാരിച്ച അവൻ എന്തേലും 1-2 പറഞ്ഞ സാറേ ഞാൻ ഇനി നോക്കാനൊന്നുമില്ല, അവനെ ഞാൻ കൊല്ലും. കൊന്നിട്ട് സാർ കേസ് പറഞ്ഞു. കുഴപ്പമില്ല. നിങ്ങൾ അങ്ങനെയൊന്നും പറയല്ലേ. നിങ്ങൾ മിണ്ടാതിരുന്നാ മതി, ഞാൻ സംസാരിച്ചോളാം കേട്ടാ. ഞാൻ മിണ്ടൂല. ഞാൻ ചൊറിയാൻ വന്ന അച്ഛൻ മൈൻഡ് ചെയ്യാൻ പോണ്ട. അറിയോ ശരിക്കും ഏതായാലും ഇപ്പോ നിങ്ങൾ പിരിയാൻ പോവാണ്. അനുസരണയില്ല സാറേ, അതുകൊണ്ടാണ്. ഭർത്താവ് എന്നുള്ള നിലയിൽ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞ അനുസരിച്ച് മിണ്ടാതിരിക്കാൻ പറയോ? അതെ അതെ. നിങ്ങൾ ഇന്നലെ എവിടെ പോയിട്ട് വീട്ടിൽ പോയിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞല്ലോ. പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല സാറേ, ഞാൻ മര്യാദക്ക് ചെന്നതാണ് അവിടെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, അതുകൂടെ ചേർത്തിട്ട് അവര് കേസ് കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ അകത്തു പോവും. സാറേ, ഇയാളുടെ മോളെ കെട്ടിയാലും വലിയ ശിക്ഷ ഇനി എനിക്ക് കിട്ടാനില്ല. അതെ സാറേ, എനിക്കും പറയാനുള്ളത് ഇവന് കെട്ടിച്ചോടത്തേക്കാൾ എന്റെ മോളെ ഞാൻ കടലിൽ കൊണ്ട് മുക്കിയാൽ മതി, കളഞ്ഞാൽ മതിയായിരുന്നു. ആ കടലിൽ കലക്കാൻ. ശരി, അത് പോട്ടെ. അപ്പോൾ നിങ്ങളുടെ കേസ് നമുക്ക് കോടതിയിൽ കാണാം, അത് വിട്. പക്ഷെ കുട്ടിയുടെ കാര്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം പറയണം. നിങ്ങളുടെ കൊച്ചിന് ഒരു ഒഫീഷ്യൽ പേരില്ലാതെ അത് ജീവിക്കേണ്ടി വരുന്ന അവസ്ഥയെപ്പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു കുഞ്ഞിന്റെ ഏറ്റവും മൗലികമായ അവകാശം തന്നെയാണ് അവന്റെ പേര്.
ആ പേര് ഉറപ്പായിട്ടും രക്ഷിതാക്കൾ കൊടുത്തേ പറ്റൂ. വലുതായി കഴിയുമ്പോൾ അയാൾക്ക് ആ പേര് മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റാം, അതിനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷെ ഇപ്പം എന്തായാലും നമ്മളത് ചെയ്തു കൊടുക്കണം. സാറേ ഞങ്ങൾ കുറേ നല്ല പേരുകൾ ശരിയാക്കി വെച്ചിട്ടുണ്ട്, അതിൽ ഏതെങ്കിലും ഒന്നും ഇടാന്നേ പറയുള്ളൂ. പക്ഷെ അവൻ പറയണത് അവൻ ഒരൊറ്റ പേര് തന്നെ അത് ഇടണമെന്ന് പറഞ്ഞ് പിടിവാശി പിടിച്ച അതിടാൻ അതൊന്നും നടക്കൂലത്. നിങ്ങൾ കണ്ടുവച്ചേക്കണ പേര് തമ്മിൽ അങ്ങോട്ട് വിളിച്ചു. എന്റെ കൊച്ചിന് ഇടാൻ നിൽക്കണ്ട. ഞാൻ അത് പോട്ടെ. ഒരു കാര്യം ചെയ്യാം, കൊച്ചിന്റെ പേരിന്റെ കാര്യത്തിൽ ഏതായാലും ഇപ്പൊ ഇതുപോലെ തർക്കം നിൽക്കുന്നതുകൊണ്ട് അതും കോടതി തന്നെ തീരുമാനിക്കട്ടെ. അപ്പൊ കോടതി കുഞ്ഞിനൊരു പേരിടും, ആ പേര് നമ്മൾ അംഗീകരിക്കേണ്ടി വരും. കോടതി പേരിടൂ? കോടതി പേരിടും. പാരന്റ്സ് പാട്രിയ എന്നാണ് അതിന് പറയുന്നത് തന്നെ. ഇല്ല, ആ പേരൊന്നും ഇടണ്ട, അതൊന്നും പഠിപ്പല്ല. അത് പേരല്ലടോ, കോടതിക്ക് പേരിടാനുള്ള അധികാരത്തെയാണ് പാരന്റ്സ് പാട്രിയ എന്ന് പറയുന്നത്. അതൊക്കെ എന്തെങ്കിലും ആവട്ടെ, അതിന്റെ വഴിക്ക് പോട്ടെ. എന്നാലും സാറേ ഞാൻ ചോദിക്കുകയാണ് അവസാനമായിട്ട്, നിങ്ങൾ എന്താ കൊച്ചിന് കണ്ടുവച്ച പേര്? എന്താ? ദയ. നല്ല പേരാണല്ലോ. പേരൊക്കെ നല്ലതാണ്. ഈ പറഞ്ഞ രണ്ടുപേർക്ക് ഈ സാധനം ഇല്ല. സാറേ ഞങ്ങളത് കാണിക്കേണ്ടത് കാണിക്കുന്നുണ്ട്. ദയൊക്കെ അതൊക്കെ കാണിച്ചോ. ഞാനൊരു നല്ല പേര് കണ്ടുവച്ചിട്ടുണ്ട്, അച്ഛൻ എന്നുള്ള നിലയിൽ ജമന്തി. ജമന്തി നല്ല പേരാണല്ലോ, പൂവിന്റെ പേരല്ലേ? എന്റെ സാർ ആ പേരിടാൻ പറ്റൂലെന്നല്ലേ ഞാൻ പറയണേ. അതായത് അമ്മ ദയ എന്ന് പറഞ്ഞു, അച്ഛൻ ജമന്തി എന്ന് പറഞ്ഞു. ദയ വെട്ടിക്കും. എന്നാ ഞാനൊരു പേര് പറയട്ടെ. ഞാൻ നിങ്ങളുടെ വക്കീലാണല്ലോ, ഞാൻ പറയുന്ന പേര് നിങ്ങൾ അംഗീകരിക്കും. അമ്മ പറഞ്ഞിട്ടുള്ള ദയ എന്നുള്ളതിൽ നിന്ന് ദാ നമ്മളെടുത്തു, അച്ഛൻ പറഞ്ഞിട്ടുള്ള ജമന്തി എന്നില്ല മന്തി നമ്മളെടുത്തു. അങ്ങനെ ദമയന്തി എന്നുള്ള പേര് നമുക്ക് അങ്ങ് കിട്ടാലോ. അച്ഛ എണീറ്റേ അല്ല, ഒന്നും പറഞ്ഞില്ല. പറയാനൊന്നുമില്ല, വക്കീല് പറഞ്ഞില്ലേ പാരന്റ്സ് പാട്രിയ, അത് മതി. അവളെ തീർക്കാൻ വിളിച്ചെങ്കിൽ എന്താണ് സാറെന്ത് പണി കാട്ടിയത്? അതെന്റെ പഴയ കാമുകിയുടെ പേരല്ലേ? അത് ഞാൻ ഓർത്തില്ല. അതോർത്തില്ല. അത് അവരെങ്ങനെ അംഗീകരിക്കും? അത് അംഗീകരിക്കും.